Hello guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫ്രണ്ടിന്റെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൈൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ട്സ് എങ്ങനെയാണ് നമുക്ക് കൈൻമാസ്റ്ററിൽ നല്ല സൂപ്പർ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് കൈൻമാസ്റ്ററിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഫ്രണ്ട്സ്. സാധാരണ ആപ്ലിക്കേഷൻ പോലെ അല്ല ഫ്രണ്ട്സ്, കൈൻമാസ്റ്റർ നല്ല ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ കൈൻമാസ്റ്റർ പ്രോ, നമ്മൾ സാധാരണ കൈൻമാസ്റ്റർ അല്ല ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നത്, കൈൻമാസ്റ്റർ പ്രോ ആണ് ഫ്രണ്ട്സ്. അപ്പം നമ്മളത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. ആദ്യം നമുക്ക് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ കൈൻമാസ്റ്റർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ക്രിയേറ്റ്, എഡിറ്റ്, ഷെയർ. അപ്പം ഇത് ഇത്തിരി എഡിറ്റ് മോഡ് വെർഷനാണ്. അപ്പം നമുക്കിതിൽ എങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് കൈൻമാസ്റ്റർ ഓപ്പൺ ആയിരിക്കുന്നത് നമ്മളത് ആ ഫയൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ. അപ്പം ഞാനാണെങ്കിൽ ഫയൽ എടുക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഫയൽ എടുക്കുന്നു. ഫയലിൽ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്യണം, അതുകൊണ്ട് അതിന് ഓക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സ്, ഇതിൽ ഞാൻ നമ്മൾ ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വരുമ്പോൾ അത് ശരിയായിക്കോളും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സബ്സ്ക്രൈബിൻ്റെ ചിഹ്നമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുന്നത് ഫ്രണ്ട്സ്, നിങ്ങളത് നെറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം ഫ്രണ്ട്സ്, സബ്സ്ക്രൈബിൻ്റെ ചിഹ്നം. അതുപോലെ തന്നെ നമുക്ക് അതിൽ ലെയറിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ അത് ഇമേജായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ മീഡിയസിൽ പോയതിന് ശേഷം നമ്മുടെ എവിടെ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് എടുത്തിട്ട് നമ്മളത് ഇപ്പോൾ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അത് നമ്മൾ ഇവിടെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇന്ന ആനിമേഷൻ കൊടുത്തിട്ട് അത് പോപ്പ് മോഡലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ പോപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു അട്രാക്റ്റീവ് ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിങ്ങനെ വരുന്നതുകൊണ്ട് ഒരു പോപ്പ് ചെയ്തിട്ടൊരു പോപ്പായിട്ട് വരുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ ചിഹ്നം. അതേപോലെ തന്നെ അതൊരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട്സ് വളരെ അധികം കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഫ്രണ്ട്സ്. അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിൽ ക്ലിപ്പ് ഗ്രാഫിക്സ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിൽ ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഇതിൽ കുറേ ഗ്രാഫിക്സും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗെറ്റ് മോറിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് പുതിയ ക്ലിപ്പ് ഗ്രാഫിക്സുകൾ ഡൗൺലോഡ് ചെയ്യാം, പല കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാം. അത് കാരണം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റീസിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ സോഷ്യൽ ലൈക്സ് എന്ന് പറയുന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ ലൈക്സിൽ ഇവിടെ കുറേ ലൈക്ക് 3, ലവ് 2, ലവ് അങ്ങനെ സബ്സ്ക്രൈബ് 2, സബ്സ്ക്രൈബ് 1 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ സബ്സ്ക്രൈബ് 2 ക്ലിക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് 2 ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോയിൽ അത് ഓണായിട്ടുണ്ട് സബ്സ്ക്രൈബ് 2. അപ്പം ഞാൻ അതിന് എന്ത് ചെയ്യാം, കുറച്ച് അകത്തോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് ആ എഫക്റ്റിന്. അപ്പം ഈ എഫക്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. അപ്പോൾ ഞാൻ അവിടെ എഫക്റ്റ് ഓൺ ചെയ്തപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ആ എഫക്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും ഫ്രണ്ട്സ്. ഒരു വലിയ പ്രൊഫഷണൽ ലുക്കാണ് നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കൂടെ കിട്ടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബിൻ്റെ ചിഹ്നം കണ്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈ കൈൻമാസ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ് ഫ്രണ്ട്സ്. നല്ല കിഡിലുമായിട്ട് നല്ല എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഫ്രണ്ട്സ് ഈ കൈൻമാസ്റ്റർ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ എഫക്ട്സോ കാര്യങ്ങളോ എല്ലാം നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നതാണ് ഫ്രണ്ട്സ്. നമുക്ക് നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് ഫ്രണ്ട്സ്. കട്ടിങ്ങിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം നല്ലൊരു സ്പെക്കും കാര്യങ്ങളും തന്നെയാണ് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം മിക്ക യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ മൊബൈലിൽ വീഡിയോ ചെയ്യുന്ന മിക്ക യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഫ്രണ്ട്സ് ഈ കൈൻമാസ്റ്റർ. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഗുണങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട്സ് കൈൻമാസ്റ്റർ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോസിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോസിനെ നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ പല ഫീച്ചേഴ്സും ഉണ്ട് ഫ്രണ്ട്സ് ഈ കൈൻമാസ്റ്റർ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് ഇപ്പം വീഡിയോ ഫയൽ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കൈൻമാസ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഫ്രണ്ട്സ്. നമുക്ക് ഡയറക്റ്റ് കൈൻമാസ്റ്ററിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി ഫ്രണ്ട്സ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കൈൻമാസ്റ്ററിൽ നിന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൈൻമാസ്റ്ററിൽ നമുക്ക് 1080p വരെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം, 1080p വരെ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കൈൻമാസ്റ്റർ പ്രോ ആണ്. അപ്പോൾ എൻ്റെ 1080p വരെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കൈൻമാസ്റ്ററിലാണ് ഈ 1080p ഒന്നും കിട്ടുന്നില്ല എന്നാണ് ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൈൻമാസ്റ്ററാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കൈൻമാസ്റ്റർ പ്രോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈൻമാസ്റ്റർ പ്രോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊരു വീഡിയോയിലാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി നിങ്ങൾക്ക് ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് നിങ്ങളെ വോയിസ് നിങ്ങളുടെ വോയിസ് നിങ്ങളിപ്പം വീഡിയോയ്ക്ക് വേണ്ടി ആവശ്യമുള്ള വോയിസ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇവിടെ വോയിസ് എന്നൊരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ആ വോയിസിൽ ക്ലിക്ക് ചെയ്താൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ റെഡി ടു റെക്കോർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ സ്റ്റാർട്ട് ആവുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഫോർമാറ്റ് സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഭാഗം നിങ്ങളുടെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വളരെ വലിയൊരു ഫെസിലിറ്റി തന്നെ ഈ ആപ്ലിക്കേഷനിലൂടെ തരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫ്രണ്ട്സ് ഓവറോൾ ഈ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ് വളരെ ഈസി ആയിട്ട് ഏതൊരു സ്റ്റാർട്ടർ യൂട്യൂബറിനും വളരെ ഈസി ആയിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് തന്നെ പറയാം ഫ്രണ്ട്സ്. കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. എന്താ പറഞ്ഞാൽ ഇതിൽ ഓപ്ഷൻസ് കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കിയാൽ അല്ലേ മനസ്സിലാവും ഫ്രണ്ട്സ്. ഇതിൽ എങ്ങനെയാണ് ഇത്ര ഓപ്ഷൻസും കാര്യങ്ങളും ഉള്ളത്, അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ വളരെ വലിയൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഫ്രണ്ട്സ് കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞാൽ. 78 MB ഇത്രയും അധികം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഫ്രണ്ട്സ്. അതുകൊണ്ട് നിങ്ങളൊരു യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൈൻമാസ്റ്റർ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ കൈൻമാസ്റ്റർ തന്നെ നിങ്ങൾ ആദ്യം യൂസ് ചെയ്ത് നോക്കുക. എന്നാൽ അതാണ് നിങ്ങൾക്ക് ബെറ്റർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഫ്രണ്ട്സ് പലർക്കും സംശയമുണ്ട് ഫ്രണ്ട്സ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിന് വോയിസ് കുറവാണ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ആദ്യം വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം വലിയൊരു ക്ലാരിറ്റിയിലും കാര്യങ്ങളും എല്ലാ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ട് കുറവാണ്, വോയിസ് കുറവാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഈ വോയിസ് കൂട്ടാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ അതും ഈ കൈൻമാസ്റ്ററിൽ തന്നെ ഉണ്ട് ഫ്രണ്ട്സ്. അതും വലിയൊരു ഫെസിലിറ്റിയാണ് ഫ്രണ്ട്സ്. എന്നു പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ വീഡിയോയിൽ വോയിസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ ഞാൻ മുകളിൽ കാണിച്ച പോലെ ട്രിം ചെയ്യാനും അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനും അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട് ഒരു സ്പീക്കറിൻ്റെ ഒരു സിമ്പലും. അപ്പോൾ ആ സ്പീക്കറിൻ്റെ സിമ്പലിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പം ഞാനിവിടെ വോയിസ് ഏറ്റവും കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെ വോയിസ് നോക്കുമ്പോൾ ഒരു 100%ലാണ് കിടക്കുന്നത്. നിങ്ങൾ അതിനെ 200%ലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് അത്രയ്ക്കും കുറവാണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഓട്ടോ വോളിയമും ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ കേട്ടല്ലോ ഫ്രണ്ട്സ്. നേരത്തെ വീഡിയോ സ്പീഡ് മോഷനിൽ ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഇത്ര സ്പീഡിൽ ഇത്ര ലൗഡായിട്ട് ആ വീഡിയോ കേട്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സ് നമുക്കാണെങ്കിൽ ആ സ്പീഡ് മോഷൻ നമുക്കൊന്ന് ഓഫ് ചെയ്തിടാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്പീഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതിലാണോ ഈ ആദ്യം കിടന്നത് അതിലോട്ട് നിങ്ങൾ മാറ്റിയിടുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ് അതിപ്പോഴും കറക്റ്റായിട്ടില്ല ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കുക ഫ്രണ്ട്സ്. അപ്പം ഞാൻ സാധാരണയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ സാധാരണ ചെയ്തതിനേക്കാളും എനിക്ക് വോളിയം അതിൽ കൂട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പോൾ ശബ്ദം കുറവാണ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് വോളിയം കൂടാൻ വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇങ്ങനെ വോളിയം കൂട്ടുന്നത് വഴി ചെറിയൊരു പതർച്ച പോലെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലാഗിങ് പോലെ പറഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് ആ വോയിസിലൂടെ കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയ്ക്ക് വോയിസ് നിങ്ങൾ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ആ വോളിയം ഒരു 150, 151, 155, 60 ഒന്ന് വെച്ചാൽ മതി ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ടായിട്ടുള്ള വോയിസ് നിങ്ങൾക്ക് അതിൽ കൂടെ കിട്ടുന്നതാണ് ഫ്രണ്ട്സ്.
അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കൈൻമാസ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൈൻമാസ്റ്ററിൻ്റെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വിൻഡോ ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ഒന്ന് കുറച്ച് ലാഗിങ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് ഈ വിൻറ്റേജ് എന്ന് പറയുന്നൊരു മോഡൽ. അതുപോലെ തന്നെ നമുക്ക് വോളിയമൊക്കെ നമുക്കിപ്പം ഒരു മ്യൂസിക് ചെയ്തിട്ട് വീഡിയോയിൽ അവസാനം വെച്ച് വോളിയം നമുക്ക് കുറഞ്ഞു വരുന്ന രീതിയിലോട്ടാകാനൊക്കെ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ്. അപ്പം നിങ്ങളത് ഓരോന്നായിട്ട് നിങ്ങളൊന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവർ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ കുറച്ചിട്ട് കോൺട്രാസ്റ്റിംഗ് ഒക്കെ കൂട്ടി അവർ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ മുഖം മാത്രം കാണാൻ വേണ്ടിയുള്ള രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതിൽ ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതാണ് ഫ്രണ്ട്സ്. അതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഫ്രണ്ട്സ് ഈ കൈൻമാസ്റ്റർ പ്രോ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് ഇതിൽ വോയിസ് ആഡ് ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇപ്പം ഈ ഫോണിൻ്റെ മൈക്കോ അല്ലാതെ നമ്മൾ വയർലെസ് മൈക്കോ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അതിനൊരു ഓഡിയോ റെക്കോർഡാക്കി വേറൊരു ഡിവൈസിൽ നിങ്ങൾ ഓഡിയോ റെക്കോർഡാക്കി നിങ്ങൾക്ക് ആ വോയിസിനെ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വോയിസിനെ എക്സ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം, ഓഡിയോ ആയിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഇതിന്ന് ഒരു മ്യൂസിക് ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ മ്യൂസിക്കിൽ ഞാൻ ആഡ് കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ആഡിൽ ടിക്ക് മാർക്ക് കൊടുത്താലേ അത് ആഡ് ആവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഓഡിയോയുടെ സൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നു ഫ്രണ്ട്സ്. ഇപ്പം വീഡിയോ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക് നടന്നുകൊണ്ടിരിക്കും. അതൊരു പ്രൊഫഷണൽ ലുക്ക് തരുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലാപ്പിലോ കാര്യങ്ങളോ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഫോണിൽ. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതിൽ പല ഓപ്ഷൻസ് ഇതിൽ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇതിൽ നമുക്ക് വീഡിയോ ട്രിം ചെയ്യാൻ കാര്യങ്ങൾ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ ഞാൻ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളർ ഒരു ഫ്രെയിം വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കട്ടിങ്ങിൻ്റെ ഓപ്ഷനാണ്. അപ്പം ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യാനോ റൈറ്റിലോട്ട് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് സെൻറ്ററിലോട്ട് വേറൊരു ഫോട്ടോയോ കാര്യങ്ങളോ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ കാണല്ലോ ഫ്രണ്ട്സ്. എങ്ങനെയാണ് ഈസി ആയിട്ട് കൈൻമാസ്റ്ററിൽ ഒരു സ്റ്റാർട്ടർ യൂട്യൂബറിനായാലും എങ്ങനെയാണ് ഇത് ബേസിക് കാര്യമാണ് ഫ്രണ്ട്സ് ഞാൻ അതിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഫ്രണ്ട്സ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഫ്രണ്ട്സ്. അപ്പം ഇതേപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക ഫ്രണ്ട്സ്. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ട് ആൻഡ് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഫ്രണ്ട്സ്. അപ്പം ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള ഒരു കാര്യമാണ് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞത് ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിനുള്ള റിപ്ലൈ ഞാൻ തന്നോളാം ഫ്രണ്ട്സ്. അപ്പം ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡ്യൂഡ് ആൻഡ് ബൈ.